ശബരിമലയിലെ അരവണ കരാറിൽ വ്യാപക അഴിമതിയെന്ന ആരോപണം. അരവണ ടിന്നുകൾക്കുള്ള കരാർ നൽകിയത് കടലാസ് കമ്പനികൾക്കെന്നാണ് ആരോപണം. ദേവസ്വം എംപ്ലോയീസ് യൂണിയനാണ് ദേവസ്വം ബോർഡിനെതിരെ ആരോപണം ഉന്നയിച്ചത്. 18-ാം പടിയിൽ പോലീസ് രാജെന്നും നിയന്ത്രണം കേന്ദ്രസേനകൾക്ക് കൈമാറണമെന്നും ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ അരവണ പ്രതിസന്ധിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ഗുരുതര ആരോപണമാണ് ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ഉന്നയിക്കുന്നത്. അരവണ കണ്ടെയ്നറുകൾ എത്തിക്കാൻ പുതിയ കരാർ നൽകിയതിനു പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് ഇവർ ആരോപിച്ചു. കണ്ടെയ്നറിന് 6 രൂപ 45 പൈസ വെച്ചാണ് ടെൻഡർ ക്ഷണിച്ചത്. 2 കമ്പനികൾ ആ ടെൻഡറിൽ പങ്കെടുത്തു. അതനുസരിച്ച് അരവണ ടിൻ കൊടുക്കേണ്ട ചുമതല ഈ കമ്പനികൾക്കാണ്. പക്ഷേ ഈ സീസണിൻ്റെ മധ്യസമയത്ത് വെച്ച് ഈ കമ്പനികൾ പ്രതിസന്ധി ഉണ്ടാക്കി അരവണ ടിൻ നൽകാതിരിക്കുകയും ഈ 6 രൂപ 45 പൈസ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 12 രൂപയ്ക്ക് 2 പുതിയ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ 2 പുതിയ കമ്പനികൾ ഏതെന്ന് ചോദിച്ചാൽ പഴയ കമ്പനികളുടെ പുതിയ പേരിലുള്ള കമ്പനികളാണ്. ഈ കാര്യം ദേവസ്വം വിജിലൻസും സംസ്ഥാന ഗവൺമെൻറ് വിജിലൻസും അന്വേഷിക്കണമെന്നാണ് ദേവസ്വം എംപ്ലോയീസ് യൂണിയന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ശബരിമലയിൽ പോലീസ് കൃത്രിമ തിരക്ക് സൃഷ്ടിച്ച് അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ദേവസ്വം ബോർഡിന്റെ വരുമാനത്തെ തകർക്കാനാണ്. പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഏകോപനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരോട് പോലീസ് കാണിക്കുന്ന അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും. 18-ാം പടിയുടെ സുരക്ഷാ ചുമതല കേന്ദ്രസേനയ്ക്ക് കൈമാറണമെന്നും ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, സന്നിധാനം.